ഹായ്, ഞാൻ ജമീല, മലപ്പുറം സ്വദേശി മമ്പാടാണ്. ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ദം ബിരിയാണിയാണ്. ഞങ്ങളെ ഇവിടെ ഒരു സ്പെഷ്യൽ വിഭവമാണത്. എല്ലാവർക്കും അതൊന്ന് രുചിച്ച് നോക്കാം. ഇത് 1 കിലോ ബിരിയാണി അരി കഴുകി ഊറ്റി തയ്യാറാക്കി വെച്ചതാണ്. ഇത് 1 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. അതിലേക്കുള്ള സവാള അരിഞ്ഞത്, ഇത് പൊരിക്കാൻ വേണ്ടി അരിഞ്ഞത്, ഇത് അണ്ടിപ്പരിപ്പ്, മുന്തിരി, തൈര്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, മല്ലിയില, പുതിന ഇല, ചെറുനാരങ്ങ നീര്, കരിവേപ്പ്. ഇതിലേക്ക് കല്ലുപ്പാണ് അതിന് ഏറ്റവും ഉത്തമം. ഇത് ഗരം മസാല, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, പെരിഞ്ചീരകം എന്നിവ. പിന്നെ 6 kg നെയ്യ്, ഓയിൽ. ഇത്രയുമാണ് ഇതിന് വേണ്ട സാധനങ്ങൾ. ഇനി നമുക്കിത് മസാല തയ്യാറാക്കാം. ഈ ചിക്കൻ ആദ്യം കഴുകി വൃത്തിയാക്കിയത് ഇതിലിട്ടു. ഒരു 3-4 തക്കാളി, കല്ലുപ്പാണ് ഇതിന് ഏറ്റവും നല്ലത്. സവാള, എത്ര സവാളയാ? 4 സവാള. തൈര് 1 കപ്പിലെ? 1 കപ്പ് തൈര്. ഒരു ഇഞ്ചി. എത്ര ടീസ്പൂൺ ഉണ്ടാവും ഇഞ്ചി? 3 ടീസ്പൂൺ ഉണ്ടാവും. 3 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, 3 ടീസ്പൂൺ പച്ചമുളക് ചതച്ചത്, 3 ടീസ്പൂൺ മല്ലിയില ചെറുതായി അരിഞ്ഞതല്ലേ? ചെറുതായി അരിഞ്ഞത്. ഇത് പുതിന ഇല ഒരു 3 ടീസ്പൂൺ, ഒരു ചെറുനാരങ്ങന്റെ നീര്, കരിവേപ്പില ഇത് പാകത്തിന് ഇട്ടാൽ മതി. ഇത് മഞ്ഞൾ, മഞ്ഞൾ 2-3 ടീസ്പൂണ്. 3 അതന്നെ. ഇത് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂണ് പെരിഞ്ചീരകം, 1 ടീസ്പൂണ് കുരുമുളക് പൊടിച്ചത്, മസാല, ജാതിപത്രി, ജാതിക്ക എല്ലാം കൂടി പൊടിച്ചത്. എത്ര ടീസ്പൂണാ? 1.5 സ്പൂണ്. ഇത് കുഴച്ച് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റ് കൂടുള്ളൂ ഇതിന്. ഉപ്പും ഇതിൻ്റെ എല്ലാം പിടിച്ച് ശരിയാകാൻ. ഇതെന്തിനാ ഇത്ര നേരത്തെ കുഴച്ച് വെക്കുന്നേ? ഒരു അരമണിക്കൂർ ഇങ്ങനെ വെച്ചാൽ ഇതിൻ്റെ എല്ലാ നല്ല ടേസ്റ്റ്, ഇതിൻ്റെ എല്ലാ രുചികളും ഇതിലേക്ക് പിടിച്ചു കിട്ടും. അരമണിക്കൂർ അത് വെച്ച് നോക്കും. ഇവിടെ അടച്ചു വെക്കാം നമുക്ക് അരമണിക്കൂർ. അത് ഒന്ന് സെറ്റല്ലാവാനുണ്ട്. ഇനി നമുക്ക് ഈ അരി ഒന്ന് തിളപ്പിച്ച് ഊറ്റി എടുക്കാം. അത് സാധാ വിറകടുപ്പിലാണ് ഞാൻ ഉണ്ടാക്കാൻ പോണത്. അതിനു വേണ്ടി നമുക്ക് പുറത്ത് അടുപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്, അവിടേക്ക് പോകാം. നേരത്തെ തിളച്ച വെള്ളമാണ്, നല്ലവണ്ണം തിളച്ചിട്ടാണ് അരി ഇടേണ്ടത്. അതിലേക്ക് കല്ലുപ്പ് ആദ്യം നമുക്കിടാം, പിന്നെ അരി ഇടാം. കഴുകി തയ്യാറാക്കിയ അരിയാണ്. നല്ലോണം തിളച്ചൊന്ന് വരട്ടെ, ശരിയായി വരട്ടെ. അരി വേവാണ്ട്. അരി ഉള്ളരി വെന്താൽ മതി, ബാക്കി നമുക്ക് ദമ്മിന്ന് വെന്തോളും. ഈ പൊതിർന്ന് പോകാതെ ഒരുപോലെ ഒറ്റയടിക്ക് തിളച്ച് വരണം. അതിന് നല്ലവണ്ണം തീ കത്തിക്കണം. എത്ര നേരം തിളപ്പിക്കണം? ഏകദേശം
ഊറ്റിയെടുക്കുമ്പോഴേക്കിനെ ഒരു 1/4 മണിക്കൂറേ ആവുള്ളൂ. തിളച്ച വെള്ളത്തിലിട്ടതുകൊണ്ട്. തിളക്കാത്ത വെള്ളത്തിലിട്ടരുത്, തിളച്ച വെള്ളത്തിലിടണം അരി. 1/4 വേവായാൽ മതിയല്ലോ. 1/4 ഭാഗം വെന്താൽ മതി, ബാക്കി ദമ്മിന്ന് വെന്തോളും. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. തള പൊന്തിയിട്ടുണ്ട്. ഒരു കഷ്ണവും ഏലക്ക 2 എണ്ണം, 2 കരാമ്പൂ, 2 കറുകപ്പട്ട, അത് നമുക്ക് വെള്ളത്തിലേക്ക് ഇടാം. ഇത് തിളച്ച് തയ്യാറാകുമ്പോഴേക്കിന് നമുക്ക് ഉള്ളി, അണ്ടിപ്പരിപ്പ്, മുന്തിരി പൊരിച്ച് തയ്യാറാക്കാം. നമുക്ക് പൊരിക്കാനുള്ള ഉള്ളി ഞാൻ സ്റ്റൗമെന്നാണ് തയ്യാറാക്കാൻ പോണത്. ഇത് ഓയില് എത്ര ഉണ്ട്? ഓയിൽ 200 ഓയില് രണ്ടും കൂടി മിക്സ് ആക്കിയിട്ട് 6 kg ഓയിലും കൂടി മിക്സ് ആക്കിയിട്ട് അതിൽ ഉള്ളി, അണ്ടിപ്പരിപ്പൊക്കെ തയ്യാറാക്കിയെടുക്കുക. 1 സ്പൂൺ 200 ഉണ്ട്. 200 ഗ്രാം നെയ്യ്. 200 ഗ്രാം നെയ്യ്, 200 ഓയിലും. സൺഫ്ലവർ ഓയിലാണ്. കല്യാണത്തിനൊക്കെ അത് ഓയിലിന് പകരം ഡാൾഡയാണ് ഉപയോഗിക്കുക. നമുക്ക് ഭയങ്കര കേടല്ലേ. അതിൽ അല്ലെങ്കിൽ വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിൽ എടുത്താൽ മതി. ഞാൻ ഇവിടെ എടുത്തത് ഓയിലാണ്, സൺഫ്ലവർ ഓയിൽ. എത്ര ഉള്ളി ഉണ്ട്? ഉള്ളി ഒരു 4 ഉള്ളി, വലിയ 4 ഉള്ളി. ഉള്ളി പൊരിഞ്ഞു വന്നു, അത് നമുക്ക് കോരി മാറ്റി വെക്കാം. അണ്ടിപ്പരിപ്പ് ഇതിലേക്ക് ഇടാം. അണ്ടിപ്പരിപ്പ് ഇതിലേക്ക് നമുക്ക് കോരിയെടുക്കാം. ഈ മുന്തിരി അണ്ടിപ്പരിപ്പും ഉള്ളിയും കൂടി പൊരിച്ച് കോരി. പിന്നെ നമുക്കിത് ദമ്മിടാം അല്ലേ? ഇനി ദമ്മിടാം. അരി പാകത്തിന് വേവായിക്കണ്. ഒരു 3/4 ഭാഗം ഉള്ളരി വന്നാൽ മതി. അപ്പോൾ നമുക്കിത് ഊറ്റി വെക്കാം. നമുക്ക് ഈ തയ്യാറാക്കി വെച്ച ഈ മസാല അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ഈ വായിൽ എന്തിനാ? വായിൽ നമുക്ക് മസാല സെപ്പറേറ്റ് കോരിയെടുക്കാൻ വേണ്ടിയിട്ട് മസാലൻ്റെ മുകളിൽ ഇത് നമുക്കൊന്ന് വിരിക്കാം. ഇത് അരിയും ചിക്കനും മിക്സ് ആകാതെക്കാൻ നമുക്ക് അരി ഊറ്റി വെച്ച അരിയിലേക്ക് ഇടാം. ഇളക്കി എല്ലായിടത്തും ഒരേ കനത്തിലാക്കി വെക്കണം.
കൂടി ഇതിൻ്റെ മേൽക്ക് ഇങ്ങനെ തൂവി കൊടുക്കണം. ഉള്ളി അണ്ടിപ്പരിപ്പൊക്കെ പൊരിച്ചതേ ഓയിലല്ലേ? ആ ഓയിൽ, നെയ്യും ഓയിലും കൂടി. ഇനി പൊരിച്ച് വെച്ച ഉള്ളി ഇതിൻ്റെ മേൽക്ക് ഇങ്ങനെ വെതറി കൊടുക്കുക. അതിൻ്റെ കൂടെ അണ്ടിപ്പരിപ്പും മുന്തിരിയും അതും മിക്സ് ആക്കിയിട്ട് ഇങ്ങനെ മുകളിൽ വെതറി കൊടുക്കുക. തുള്ളി മല്ലിയില മുകളിൽ വെതറി കൊടുക്കുക. ഗരം മസാല ശകലം അങ്ങനെ വെതറി കൊടുക്കുക. ഇതാണ് ദമ്മിൻ്റെ. ഇത് ആവി പുറത്ത് പോകാതെക്കാൻ വേണ്ടി മൈദ കുഴച്ചിട്ട് ഇങ്ങനെ കുറച്ച് വെള്ളം കൂട്ടി കുഴച്ചതാണോ? അല്ല, അതങ്ങനെ ആണ് അതിൻ്റെ ലെവല്. അത് കിട്ടും. അതിൻ്റെ ഒന്ന് വീണ്ടും കിട്ടണ്ട അങ്ങനെ ഇങ്ങനെ പോകാതെക്കാൻ ഇങ്ങനെ കുറച്ച് മൈദ കുഴച്ചിട്ട് ഇങ്ങനെ വെച്ചാൽ മതി. എന്നാലും ഇങ്ങനെ ജാമായി നിൽക്കും. അങ്ങനെ അവിടെ നിൽക്കും. അത് ആവി പുറത്ത് പോകാതെക്കാൻ ഒരു കനം വെച്ചതാണ്. ഇത് ഒന്ന് ആവി പെട്ടെന്ന് മുകളിലേക്ക് പൊന്തി വരാൻ ഒന്ന് കത്തിച്ചു കൊടുക്കുക. 2 ഓലക്കൊടി വെച്ചിട്ട് ഇങ്ങനെ കത്തിച്ച് അതാ കണ്ടോ, അങ്ങനെ അതോടുകൂടി മുകളിലേക്ക് ആവി വരും. അങ്ങനെ തൊട്ട് നോക്കിയാൽ മതി. നല്ല പൊള്ളും. ഇതുമേലൊക്കെ പൊള്ളി വരും. തൊട്ടാൽ നല്ല പൊള്ളലുണ്ടാവും. അപ്പോൾ ഈ കത്തൽ ഒഴിവാക്കിയിട്ട് കനൽമേൽ നിർത്തുക. അപ്പം അതിൻ്റെ പാകത്തിനായി കിട്ടും. അങ്ങനെ അരമണിക്കൂർ നിൽക്കും. അരമണിക്കൂർ നിർത്തണം. അതാണ് ആ ദമ്മ് ശരിയായി കിട്ടുള്ളൂ. ഇതാണ് ഞങ്ങൾ അടുക്കളത്തോട്ടം. കുറച്ച് പയറും വഴുതലങ്ങ ഒക്കെ ഉണ്ടാക്കിയതാണ്. ചീര, കുറച്ചൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയ വിശല്ലാത്തത് നമുക്ക് കുറച്ചൊക്കെ തിന്നാം. അതിനാ ഉമ്മമ്മയല്ലേ പറിക്കുന്നത്. ഇപ്പോൾ കുറേ വിളവ് എടുത്ത് കഴിഞ്ഞതാണ്. ഇത് വഴുതന വിഷമില്ലാത്തതാണ്. നല്ല രുചി ഉണ്ടാവും. വെണ്ടയൊക്കെ പറിച്ച് തീർന്നതാണ്. കയ്പ ചുവന്ന ചീര കുറേയൊക്കെ അരിഞ്ഞെടുത്ത് തീർന്നതാണ്. മഴ പെയ്തപ്പോൾ നല്ല കിളിർത്ത് വന്നു. ഇല്ല, അതിന് കുറേയൊക്കെ നല്ല രുചി ഉണ്ടാവും. ഇതൊക്കെയാണ് വിശേഷം. ഇത് ഞങ്ങളെ കൊച്ചു പൂന്തോട്ടമാണ്. റോസാപ്പൂ, തെച്ചല്ലേ അത്? അതിന് പ്രളയം വന്നതൊക്കെ നശിച്ചിട്ട് പിന്നെ മോളൊക്കെ നന്നാക്കി ഉണ്ടാക്കിയെടുത്തതാണ്. പ്രളയം വന്നതിൽ ഇതെല്ലാം ആകെ മൂടി, വീട് വരെ മൂടിപ്പോയ വീടാണ് ഈ വീട്. ഒക്കെ പിന്നെ രണ്ടാമത് റിപ്പയർ ചെയ്ത് നന്നാക്കി എടുത്തതാണ്. ഇനിയും പ്രളയം വരാൻ പോവുകയാണല്ലോ. ഇതിലൊക്കെ നമ്മളെ ദൈവം കാത്തു രക്ഷിക്കട്ടെ. എടുത്താൽ മതി. മരുന്നെടുത്തിട്ടില്ല. എടുത്തു. ഇത് വെള്ളം പാരില്ല.
മുട്ടപ്പഴത്തിന്റെ മരാണ് നിറച്ച് കായുണ്ടായിരുന്നു. ജ്യൂസ് അടിച്ചാൽ നല്ല ടേസ്റ്റാണ്. പാല് കൂട്ടി ജ്യൂസ് അടിച്ചാൽ നല്ല ടേസ്റ്റ്. ഒരു കായ കൊണ്ട് 10 ഗ്ലാസ് ജ്യൂസൊക്കെ എടുക്കാം. എല്ലാം യെല്ലോ കളറായിക്കും. ഇതാ 10 മണി മുല്ല. അത് യെല്ലോ 10 മണി. എനിക്ക് മിയ കിച്ചനൊക്കെ ഞങ്ങൾ കാണലുണ്ട്. എല്ലാം ഇഷ്ടമാണ്. എല്ലാ വിഭവങ്ങളും എല്ലാം നല്ല ഉഷാറാണ്. ഞങ്ങളതെല്ലാം ആസ്വദിക്കലുണ്ട്. ഇതിലൊക്കെ എന്നെ പങ്കെടുപ്പിച്ചതിൻ്റെ കൊച്ചുമോളാണ്, മോള്. അതിനിപ്പോൾ റെഡി ആയിക്കണേ. നമുക്ക് ഇത് നോക്കാം. ഹലോ അമ്മി തുറന്നു നോക്കാം. ചെമ്പൽക്ക് മാറ്റാം നമുക്ക്. ഫസ്റ്റ് അടിച്ചൊക്കെ അവളായി. നമ്മൾ മേലെ വെച്ച വായൻ്റെ ഇല കൊണ്ട് മിക്സ് ആകാൻ ഇതൊക്കാൻ വേണ്ടിയില്ല. വായൻ്റെ ഇല എടുത്ത് നമുക്ക് മാറ്റാം. അതിന് അതൊക്കെ കൊണ്ടേക്ക് ഇതിൽ കുറച്ച് നീരെടുത്തിട്ട് നമുക്കിത് ഒന്ന് മിക്സാക്കി എടുക്കാം. പോയത് ഇതൊന്ന് മിക്സാക്കി എടുക്കാം നമുക്ക്. ഈ പാത്രം ഇത് നമുക്ക് വേറെ പാത്രത്തേക്ക് മാറ്റിയെടുക്കാം. മസാല നമ്മളെ ചിക്കൻ ബിരിയാണി, ദം ബിരിയാണി റെഡിയായി. എല്ലാവരും ഒന്ന് രുചിച്ച് നോക്കണത്. വിളിച്ചു ചിക്കൻ ദം ബിരിയാണി റെഡിയായി. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി രുചിച്ച് നോക്കണത്. ഇതിൻ്റെ കൂടെ തൈരും ചമ്മന്തിയും കൂട്ടി കഴിക്കാം. ബിരിയാണി, ദം ബിരിയാണി. സുസിലോ എങ്ങനെയുണ്ട് ബിരിയാണി? സുസിമ്മമാരുടെ ബിരിയാണി എങ്ങനെയുണ്ട്? രസമുണ്ടോ? ഷെസില് പറ എങ്ങനെയുണ്ട് ബിരിയാണി? നല്ല ഇഷ്ട? സൂപ്പറാണ്. ശരിക്കും പറ, കേക്കണില്ല. സൂപ്പർ.